ഗുൽമാക്കി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന 13-ാം വയസ്സിൽ നൊബേൽ പീസ് പ്രൈസ് ജേതാവായ മലാല യൂസഫ്സായി എന്ന പെൺകുട്ടിയെപ്പറ്റി പറയുന്ന ഒരു പുസ്തകമാണ് മലാല വിദ്യാർത്ഥികളുടെ ഹീറോ. ഫാത്തിമ സുഹറയാണ് ഇതിൻ്റെ എഴുത്തുകാരി. കിഴക്കൻ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്വാത് താഴ്വരയിലാണ് മലാല ജനിച്ചത്. അവിടെ സ്ത്രീകൾക്ക് വീടിന് പുറത്ത് ഒറ്റയ്ക്കിറങ്ങി നടക്കാൻ സാധിക്കുന്നതല്ല. ബന്ധുവിനോടൊപ്പം പോയാലും അവർ ശരീരവും മുഖവും മുഴുവൻ മറക്കണമായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ടായിരുന്നില്ല. പാകിസ്ഥാനിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാനായുള്ള അവകാശത്തിനായി പ്രചാരണം നടത്തിയതിനാണ് മലാല യൂസഫ്സായി എന്ന കൊച്ചനുജത്തിയെ ഭീകരർ വെടിവെച്ചത്. 2012 ഒക്ടോബർ 9 പോയിന്റ് ബ്ലാക്ക് റേഞ്ചിൽ വെച്ചാണ്. ഏറെ നാളത്തെ പോരാട്ടത്തിനു ശേഷം അവൾ രക്ഷപ്പെടുകയും തൻ്റെ ധീരമായ പ്രചാരണം പഴയതുപോലെ വീണ്ടും തുടരുകയും ചെയ്തു. വളരെ ദാരിദ്ര്യമായൊരു കുടുംബത്തിലെ ആദ്യ സന്താനമാണ് മലാല. അവളുടെ ബാപ്പ സിയാവുദ്ദീൻ യൂസഫ്സായി ബിരുദം നേടിയ ശേഷം ജന്മനാട്ടിൽ നിന്ന് കുറേ അകലെ മിൻഘോറ എന്ന ചെറുപട്ടണത്തിൽ ഒരു ചങ്ങാതിക്കൊപ്പം ചെറിയൊരു സ്കൂൾ സ്ഥാപിച്ച് നടത്തുകയായിരുന്നു. അവിടെയാണ് മലാല പഠിച്ചതും. ജൂലൈ 12 മലാല ദിനമായി നാം എല്ലാ വർഷവും ആചരിക്കുന്നു. തൻ്റെ ആത്മകഥയായ അയ മലാല ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുകിട്ടിയ പൈസ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിനാണ് ഓരോ ചില്ലിക്കാശും മലാല ഉപയോഗിക്കുന്നത്. മലാലയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്കിങ്ങനെ മനസ്സിലാക്കാം: എന്നേക്കുമായി എല്ലാം അവസാനിക്കുന്നില്ല. നിരാശപ്പെടാതെ അവസരങ്ങൾ വിനിയോഗിക്കുക. ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ നാളെ നമുക്ക് കരുത്തരാകും. നേരിടുന്ന വെല്ലുവിളികൾ വളർച്ചയിലേക്കുള്ള അവസരങ്ങളായി നാം കരുതണം. സഹോദരി സഹോദരന്മാരെ, നമ്മൾ മലാലയിൽ നിന്ന് എങ്ങനെ വിഷമം പിടിച്ച പ്രതിസന്ധികളിൽ നിന്ന് കയറാമെന്ന് പഠിക്കുന്നു. മലാല ഒബാമയോട് പറയുന്നത് ഇങ്ങനെയാണ്: തോക്കുകൾക്കും ആയുധങ്ങൾക്കും പകരം പുസ്തകം മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുകയാണെങ്കിൽ ലോകത്തെ മാറ്റാനാകുമെന്ന് പറയുന്നു. ഒരുപക്ഷെ ലോകത്തോട് മലാല നൽകിയ സന്ദേശം ഒരു വ്യക്തിയുടെ ആന്തരികമായ ശക്തിയെക്കുറിച്ചാണ്. നിങ്ങളുടെ ശബ്ദത്തിന് മാറ്റം കൊണ്ടുവരാനാകും. മാറ്റം വരുന്നത് നാം തന്നെ മാറ്റമായി മാറുമ്പോഴാണ്. നാം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, ശബ്ദമുയർത്തണം. ആർക്കുവേണ്ടിയും കാത്തിരിക്കാതെ നാം തന്നെ അതിനുവേണ്ടി മുന്നേറണം. ഭീകരവാദികൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ശക്തിയാണ് വിദ്യാഭ്യാസം എന്ന മലാല യൂസഫ്സായിയുടെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.